ൊക്കെ ഉണ്ട്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരമ്മ എന്ന നിലയിൽ ഞാൻ അവിടെ ഇല്ലാത്ത പ്രസൻറ്റ് അവൾക്ക് ഭയങ്കര ഇതായിരുന്നു. എപ്പോഴും കരച്ചിലും പറച്ചിലും വീഡിയോ കോളിൽ വന്ന് എന്നെ അമ്മയെ കാണണം എന്ന് പറയുമായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് 29 വർഷമായിട്ട് US-ലാണ്. എനിക്ക് ഇതുവരെയായിട്ടും US-ന് പോകാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മോളും US-ലാണ്, 8 വർഷമായിട്ട് US-ൽ അവളും ഉണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേപ്പറിന് പ്രോബ്ലമാണെന്ന് പറഞ്ഞ് 2 പ്രാവശ്യം ക്യാൻസലായിപ്പോയി. എനിക്കത് അറ്റൻഡ് ചെയ്യാനും പറ്റിയില്ല. മാര്യേജിന് ഡേറ്റിന് വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞ് അത് ക്യാൻസലായിപ്പോയി. എനിക്ക് പോകാൻ സാധിച്ചിട്ടില്ല. മകൾ പോയി ഇപ്പോൾ 8 വർഷമായിട്ട്. ഇപ്പം ഹസ്ബൻഡ് പറഞ്ഞു, മോളെ ഞാൻ ഇനിയും വെക്കുന്നില്ല, മോളും മമ്മിയുടെ പേപ്പർ വെക്കുക, മോള് വെച്ചാൽ ഈ പേപ്പർ ശരിയാകും, ഇനി മോള് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്നിപ്പം പറഞ്ഞു, പപ്പ ഞാൻ വെച്ചോളാം എന്ന് പറഞ്ഞ് അവൾ എൻ്റെ പേപ്പർ വെച്ചു. ഇപ്പം 2 വർഷമായി മോള് പേപ്പർ വെച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് മോടെ കല്യാണം കഴിഞ്ഞു. മോടെ ഭർത്താവും പോയി അവിടെ ചെന്നു. ഇപ്പോൾ അവർക്കൊരു കുഞ്ഞുണ്ടായി. അവൾ അവിടെ ചെന്ന് പ്രഗ്നൻ്റായി, കുഞ്ഞുണ്ടായി. അതിപ്പം പറഞ്ഞു, മമ്മിയുടെ പേപ്പറിന് താമസം വരും, വിസിറ്റിനൊന്ന് വെച്ചാലോ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ, മമ്മി ഒന്ന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരാശ്വാസമായിരുന്നു എന്ന് പറഞ്ഞു. പപ്പ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ എങ്ങനെയാണ് മോള് വെച്ചു, മമ്മി വരാൻ തയ്യാറാണ്, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വന്നോളാം, മോളെ നോക്കിക്കോളാം, മമ്മി ഞാൻ വെച്ചാൽ കിട്ടും. അതിനെ ചോദിച്ചാൽ ഞാൻ മകളല്ലേ, പ്രഗ്നൻ്റ് അല്ലേ, കിട്ടും എന്ന് വിചാരിച്ചു. മോള് പേപ്പർ വെച്ചു. മോള് പ്രഗ്നൻ്റ് സമയം അടുക്കാറായി, പേപ്പർ വെച്ചു. എന്നെ പെട്ടെന്ന് വിസിറ്റ് ആയതുകൊണ്ട് വിളിച്ചു. ഞാനവിടെ ചെന്ന് കഴിയുമ്പം ഇവിടുന്ന് ഏജൻറ്റ് പറഞ്ഞു അവിടെ മലയാളം സംസാരിക്കാം, ട്രാൻസ്ലേഷൻ ആളുണ്ട് എന്ന് പറഞ്ഞാണ് ഞാൻ പോയത്. ഡൽഹിക്കാണ് ഞാൻ പോയ വിസിറ്റിന്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ ദിവസം അവിടെ ആളില്ല, അന്നത്തെ ദിവസം മാത്രം. പക്ഷേ എനിക്ക് അവരെ ഒന്ന് പറയാനോ പറഞ്ഞ് ഫലിപ്പിക്കാനോ ഒന്നും സാധിച്ചില്ല. ഞാൻ നിരാശയായിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പോന്നു കഴിഞ്ഞപ്പം പറഞ്ഞു, മോളെ സാധിച്ചില്ല, കിട്ടിയില്ലെന്ന് പറഞ്ഞപ്പോൾ മോൾ ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് മാത്രം എന്നാ മമ്മി ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് മമ്മിയെ കൊണ്ടുവരാനും വിസിറ്റിന് പോലും കൊണ്ടുവരാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ പ്രസവത്തിൻ്റെ സമയത്ത് അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്. കാര്യം ഹസ്ബൻഡിൻ്റെ സിസ്റ്റർമാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാലും ഒരമ്മ എന്ന നിലയിൽ ഞാൻ അവിടെ ഇല്ലാത്ത പ്രസൻറ്റ് അവൾക്ക് ഭയങ്കര ഇതായിരുന്നു. എപ്പോഴും കരച്ചിലും പറച്ചിലും വീഡിയോ കോളിൽ വന്ന് എന്നെ അമ്മയെ കാണണം എന്ന് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, മോളെ ഇപ്പോൾ എന്തും ആയിക്കോട്ടെ, ആരെങ്കിലും കൂടെ വേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ മോടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് വെച്ചു. പുള്ളിക്കാരത്തേക്ക് വിസിറ്റിക്ക് വിസ കിട്ടി. പക്ഷേ എനിക്ക് കുശുമ കൊണ്ടൊന്നുമല്ല, പക്ഷേ എനിക്കത് സഹിക്കാൻ പറ്റിയില്ല. 29 വർഷമായിട്ട് എനിക്ക് പോകാൻ സാധിക്കാത്ത കാര്യം അവർക്ക് സാധിച്ചല്ലോ എന്നുള്ള. അവളെ കുഞ്ഞിനെ നോക്കാനാണ് പോകുന്നെങ്കിലും എനിക്കൊന്ന് പോകാനോ കാണാനോ എൻ്റെ ഹസ്ബൻഡുണ്ടായിട്ട് സാധിച്ചിട്ടല്ലോ എന്ന് ഭയങ്കര സങ്കടം എൻ്റെ മനസ്സിലങ്ങ് തിങ്ങി നിന്നു. ഞാൻ അവരോട് ചിലപ്പോൾ മോശമായ രീതിയിൽ സംസാരിച്ചോന്ന് പോലും എനിക്കറിയത്തില്ല. പക്ഷേ സങ്കടം കൊണ്ടാണ്. അവർക്കത് മനസ്സിലാക്കി. സാരമില്ല, കുഞ്ഞുമൊക്കെ ക്ലാരമ്മയ്ക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് അവർ പോയി. അവരിപ്പം അവിടെ ഉണ്ടായി കഴിഞ്ഞപ്പം എല്ലാവരും പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഉടമ്പടി എടുത്തല്ലേ മോടെ പേപ്പർ വരും. ഞാൻ നേരത്തെ മോള് 2 വർഷമായിട്ട് കൊടുത്തിട്ടിരുന്ന പേപ്പർ അനക്കമില്ലാതെ കിടക്കുമായിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്ത് വന്ന് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് മമ്മിയുടെ പേപ്പർ വന്നിട്ടുണ്ട്, മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, മമ്മി ധൈര്യമായിട്ടിരുന്നു, ഉടമ്പടി മമ്മി നല്ലപോലെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാൻ താമസിക്കുന്ന പള്ളിയുടെ തൊട്ടു ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പെസഹൊക്കെ ആകുമ്പോഴത്തേന് കയറിപ്പോയാൽ അത്രയടുത്ത് താമസിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ 29 വർഷമായിട്ട് വിശുദ്ധ കുർബാന 1 മാസം ഫുള്ള് ഞാൻ കൂടിയിട്ടില്ല. ശനിയും ഞായറും പോവും, വിശേഷ ദിവസങ്ങളിൽ പോവും. പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഏത് രീതിയിൽ പ്രാർത്ഥിക്കണം, എങ്ങനെ അത് പ്രാർത്ഥിക്കണം എന്ന് സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കുർബാനയ്ക്ക് പോകാത്ത കാര്യം അവിടെ അച്ഛന്മാരൊക്കെ കാണുമ്പോൾ ചോദിക്കുക, എന്നാ കുർബാനയ്ക്ക് വരാത്ത, കൊച്ചിന് പൊതി കെട്ടണമായിരുന്നു, അങ്ങനെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ആ കുർബാനയ്ക്ക് പോകാറില്ലായിരുന്നു. അതിപ്പോൾ എല്ലാവരും പറയും അടുത്തല്ലേ, വന്നു കഴിഞ്ഞാണെങ്കിൽ ചോറ് കെട്ടിക്കൊടുത്തത്, ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം മെയ് 6 ഞാൻ ഉടമ്പടി ഇന്നേ നിമിഷം വരെ ഞാൻ ഒറ്റ കുർബാന ഞാൻ മുടക്കിയിട്ടില്ല. അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിശദീകരണമാണ് മാതാവ് എനിക്ക് തന്നത്.
അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പം ഞാൻ ഇച്ചിരി വല്ലവരോടും ദേഷ്യത്തിലോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു, അയ്യോ ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, ആരോടൊന്ന് വെറുത്തോ മോശമായ രീതിയിലോ ഒന്നും സംസാരിക്കാമല്ല. പത്രം കിട്ടിയ ഉടനെ ഞാൻ അന്ന് തന്നെ ഇറങ്ങും, മാതാവേ ഇതിന്ന് തീർത്തേച്ച് വരണേ എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ചിലർ എൻ്റെ പത്രം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, നാട്ടുകാർ മുഴുവൻ എന്നോട് ചോദിക്കും, ഇത്രയും കാലമായിട്ട് ഹസ്ബൻഡ് പോയിട്ട് എന്താണ് പോകാത്തതെന്ന് ചോദിച്ച് അവരൂടെ പോയി കഴിഞ്ഞപ്പോൾ ചോദിച്ചു, എന്താണ് ഇതുപോലെ പ്രോബ്ലം, പോകാത്തതന്നെ അത് ചോദിച്ച് എനിക്ക് നാട്ടിൽ പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ പക്ഷേ ഈ പ്രാവശ്യം പറഞ്ഞു, ഞാൻ പത്രം കൊണ്ട് വന്നപ്പോൾ ചോദിച്ചു, ഇപ്പോൾ എന്നാ കുറവുണ്ടായിട്ട് ഇപ്പോൾ ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കൊരു കുറവുണ്ട്, എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ ഇതുവരെ താമസിക്കാനോ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തു. ഈ പ്രാവശ്യം ഞാൻ പോവും, എന്നെ മാതാവ് കൊണ്ടുപോകും, അവിടെ എത്തിക്കുമെന്ന് ഞാൻ പറയുന്നവരോടെല്ലാം പറഞ്ഞു. പക്ഷേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ കൊടുക്കുമ്പോൾ പറയും, എന്ത് കാര്യത്തിനാണ് ക്ലാരമ്മ ഈ പത്രം തരുന്നത് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങളും പോകാൻ തുടങ്ങിയിട്ടുണ്ട്, ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്, ഈ പ്രാവശ്യം എന്താണേലും ഉടമ്പടി എടുത്തല്ലേ കിട്ടും. എനിക്ക് നല്ല വിശ്വാസമായിരുന്നു, എന്നെ ഇവിടെ എത്തിച്ചു. അങ്ങനെ കുർബാന, അതുപോലെ തന്നെ കുമ്പസാരത്തിൻ്റെ കാര്യത്തിൽ ഒന്നെങ്കിൽ 6 മാസം കൂടുമ്പം, അല്ലെങ്കിൽ ഇടയ്ക്ക് വലിയ വിശേഷ ദിവസങ്ങളിൽ കുമ്പസാരം, അതല്ല കൃത്യമായ രീതിയിൽ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും കാരുണ്യപ്രവൃത്തിയാണേലും ഇങ്ങോട്ട് ഓരോ കാര്യത്തിനും ആൾക്കാർ വരും, എന്നെ ഒന്ന് സഹായിക്കാമോ. ആ സമയമാകുമ്പോൾ എന്നെ എല്ലാ സാഹചര്യത്തിലും മാതാവ് എന്നെ കൂട്ടത്തിൽ കൊണ്ടെത്തിക്കുവാണ്. എന്തൊരു തെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് ചാടിക്കയറി പറയുമ്പോൾ ചെയ്യരുത്, ഞാൻ ഉടമ്പടി എടുത്തയാൾ, ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും ഇല്ലാതെ ഞാൻ കൃത്യമായിട്ട് ഞാൻ പാലിച്ചിട്ടുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമാണേലും ആൾക്കാർക്ക് എന്ത് സഹായം വേണേലും ചെയ്യുന്ന ആൾ. ഞാൻ അങ്ങനെ ഒരു നടക്കുന്ന ആളല്ല, ആരോടും പിണങ്ങാറുമില്ല. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ വീടിന് അവിടെ 2-3 കടമുറികളുണ്ടായിരുന്നു. കടമുറിയിൽ ഞങ്ങൾക്ക് പരിചയമുള്ളതുകൊണ്ട് ഒരാൾക്ക് ഞങ്ങൾ കടമുറി കൊടുത്തു. 10-20 വർഷമായിട്ട് കടമുറി അങ്ങനെ പുള്ളിക്ക് കൊടുത്തിരിക്കുമായിരുന്നു. കൊടുത്തു കഴിഞ്ഞപ്പം മാറാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്താൽ പുള്ളിക്കാരൻ മാറുന്നില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, ഇപ്പം മാറുന്നില്ല എന്നപ്പോൾ എനിക്ക് ടെൻഷനായി, മാറാതിരിക്കുമോ എന്നുള്ള ടെൻഷനായി. കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ എൻ്റെ വീട്ടുകാരെല്ലാം ഉണ്ട്, അവരോട് പറഞ്ഞു അത്രയും നാളും താമസിച്ചല്ലേ, നമ്മൾ പുതുക്കുന്നുണ്ടെങ്കിലും മാറാൻ പറയണമെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ അവർ ഇച്ചിരി നല്ല ഒരു സാറായിരുന്നു. പുള്ളിക്കാരൻ കൊണ്ട് എൻ്റെ നേരെ കൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ കൊടുത്തിട്ട് 7 വർഷമായിട്ട് എനിക്ക് പക്ഷേ നേരെ വിപരീതമായിട്ട് വന്നു. നിങ്ങൾ കരം കെട്ടുന്ന നിങ്ങളാണ് ഇറങ്ങി കൊടുക്കേണ്ടത്, പുള്ളിക്കാരത്തിയല്ല. ഒന്നാമത് എൻ്റെ ഹസ്ബൻഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം പ്രതികരിക്കാനൊന്നും പോയിട്ടില്ല. എന്നാലും നമ്മുടെയല്ലേ, നമ്മൾ ഫൈറ്റ് ചെയ്തു. പക്ഷെങ്കിൽ അത് കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് നമ്മൾ അയലക്കുവാണെങ്കിലും പുള്ളിക്കാരൻ എന്നോട് സംസാരിക്കുകയോ ഞാൻ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. എനിക്ക് സംസാരിക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷെങ്കിൽ പുള്ളിക്കാരൻ തിരിച്ചെങ്ങനെ പ്രതികരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ സംസാരിച്ചില്ല. പക്ഷെ ഉടമ്പടി എടുത്ത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് ഇവരെ തന്നെ ഞാൻ സ്വപ്നം കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ ഞാൻ ഉടമ്പടി എടുത്ത ആളല്ലോ, ഇപ്പോൾ അവരോട് മാത്രമേ ഉള്ളൂ ഞാൻ ലോകത്ത് മിണ്ടാത്ത, ബാക്കി എല്ലാവരോടും സ്നേഹമായിട്ട് വരുന്നത്. അവർ മിണ്ടാതിരിക്കുന്നതാണ്, എന്നാലും സാരമില്ല, അവരുടെ ഭാഗത്ത് തെറ്റെങ്കിലും ഞാനങ്ങ് കുറഞ്ഞേക്കാം. ഞാൻ സ്വപ്നം കണ്ടപ്പം എന്നോടും മിണ്ടുന്നില്ലെങ്കിലും എൻ്റെ വീട്ടുകാരോട് അവർ മിണ്ടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ചേച്ചി അവിടെ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഉടമ്പടി എടുത്ത പിന്നെ ഞാൻ ആ ഞാൻ സ്വപ്നം കാണുവാണ്, എനിക്ക് പുള്ളിയുടെ അടുത്ത് വരെ പോകണം, അല്ലെങ്കിൽ ഞാൻ അങ്ങ് ക്ഷമ ചോദിച്ചോളാം, എനിക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞാൻ ഒരിടം വരെ പോവുകയാണ്, തിരിച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് അവരുടെ വീട്ടിൽ പോയി നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ ഇത് പറഞ്ഞിരുന്നപ്പം ഞാൻ 8 നോയമ്പിന് നമുക്ക് കാഞ്ഞിരപ്പള്ളിയിൽ അക്കരമാതാവിൻ്റെ പള്ളിയിൽ ഞാൻ എന്നും എല്ലാ ദിവസവും ഞാൻ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. നോയമ്പുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ അക്കരമാതാവിൻ്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പം ഈ സാറ് അങ്ങോട്ട് കയറി വരുന്നു. ആ സാറ് കണ്ട ഉടനെ എന്നോട് ചോദിച്ചു, ക്ലാരമ്മ എവിടെ പോവാ? ഞാൻ പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോവാം, അക്കരപ്പള്ളി പോവാം. സാറ് എവിടെ പോന്നു? ഞാൻ അക്കരപ്പള്ളി പോയിട്ട് ഇറങ്ങി വരുവാ, മാതാവിൻ്റെ അടുത്ത് പോയിട്ട് ഇറങ്ങി വരുവാ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് പുള്ളിക്കാരൻ എന്നോട് മിണ്ടാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ലാതെ ഇപ്പോൾ ഇന്നലെ വന്ന് വർത്താനം പറഞ്ഞു. അങ്ങനെ ഒരു കുഴപ്പമില്ല. ഈ ഉടമ്പടി പ്രകാരം ഓരോ കാര്യങ്ങളും മാതാവ് എനിക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. സ്വപ്നത്തിൽ കൂടെ കാണിച്ചു തരും. അത് ഇന്നതാണെന്ന് കണ്ട് എനിക്ക് പോകാനുള്ള ഒരു ശക്തി മാതാവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ അത് പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തീർന്നു. 2ാമത് ഞാൻ പുതുക്കി കഴിഞ്ഞ ഉടനെ എനിക്ക് ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ വന്നു. ഒക്ടോബർ 21-ാം തീയതി ആയിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. പക്ഷെങ്കിൽ ഇവിടെയുള്ളവരും പേടിപ്പിച്ചു, ഇങ്ങനെ പേപ്പറൊന്നും ഫെയിലായി കിടന്നുകൊണ്ട് കിട്ടുമോ എന്നറിയത്തില്ല, നീ നല്ലപോലെ പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, കിട്ടും, മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ ഈ മണ്ണി ചവിട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിത് മാതാവ് തന്നേ പറ്റുള്ളൂ. എൻ്റെ മോക്ക് കുഞ്ഞുണ്ടായി, ഒന്ന് കാണാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവർക്കെല്ലാം കാണാനും സന്തോഷിക്കാൻ ആദ്യമായിട്ടുണ്ടായി കുഞ്ഞല്ലേ, എല്ലാ അമ്മമാർക്കും ഇല്ലേ ആഗ്രഹങ്ങൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കൊച്ചിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് കാര്യം
പിന്നെ ഞാൻ മനുഷ്യരുടെ മുന്നേ കരയാറില്ല. മാതാവിൻ്റെ കാലെ പിടിച്ച് ഞാൻ കരയുമായിരുന്നു എന്നും. മാതാവേ, എനിക്ക് ഒരു പ്രാവശ്യം പോയിട്ട് വന്നാൽ മതി, അവിടെ നിന്നില്ലേലും കുഴപ്പമില്ല. എല്ലാവരും ഈ പറച്ചിലൊന്നും നിർത്തുമല്ലോ, പിന്നെ ആരും എന്നോട് ചോദിക്കുമല്ലോ, പോയില്ലല്ലോ എന്ന് ചോദിക്കുമല്ലോ എന്നോർത്ത് ഞാൻ സങ്കടപ്പെട്ടു. എനിക്ക് ഈ 21-ാം തീയതി, ഒക്ടോബർ 21-ാം തീയതി ഇൻ്റർവ്യൂ ആയിരുന്നു. വളരെ ഭയത്തോട് തന്നെയാണ് ഞാൻ കയറിയത്. രാവിലെ 5:30 ഞാൻ ഇൻ്റർവ്യൂവിന് കയറി. എനിക്ക് മലയാളമായിരുന്നുകൊണ്ട് അവസാനമായിരുന്നു. 12:30 എൻ്റെ ഇൻ്റർവ്യൂ നടന്നപ്പോൾ അവിടെ ഇരുന്ന് ഞാൻ പ്രതീക്ഷിക്കേണ്ട പ്രാർത്ഥന ഇടപെടാതെ, അത് മാത്രമേ ചിലപ്പം അവർ സംസാരിച്ച രീതിയിൽ പോലും ഞാൻ അത് പറഞ്ഞോന്ന് പോലും സംശയമുണ്ട്. മാതാവിനെ ഞാൻ ലോക്കറ്റിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അബദ്ധത്തെ തൊട്ടുകൊണ്ട് പറഞ്ഞു, മാതാവ് ഈ ഇൻ്റർവ്യൂവിന് കിട്ടിയില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുക പോലും ഇരിക്കില്ല, അതുപോലെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാതാവ് എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ കയറി പേപ്പറെല്ലാം ഓരോന്ന് ടിക്ക് ചെയ്ത് പോയി കഴിയുമ്പോൾ ഓരോരുത്തർ പേപ്പറിനൊക്കെ പറഞ്ഞു ഇത് ശരിയായിട്ടില്ല, അതൊക്കെ തിരുത്തിക്കൊണ്ട് വരാൻ അതൊക്കെ പറഞ്ഞു. പക്ഷേ എൻ്റെ പേപ്പറിന് ഒരു പ്രോബ്ലം ഇല്ലായിരുന്നു. 12:30 എന്നെ വിളിച്ചു. എല്ലാവരും പറഞ്ഞു 1-2 ക്വസ്റ്റ്യൻ ചോദിക്കും, അല്ലേ മോള് പോയെന്നാണ്. അതല്ലായിരുന്നു, നല്ല ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം നല്ല രീതിയിൽ ഉത്തരം പറഞ്ഞു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തലകറക്കോ, ഞാൻ 5:30 കയറിയതല്ലേ, ഞാൻ ഒന്നിനും പോയില്ല, അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അവിടെ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ സമയമായപ്പോൾ വിളിച്ചു. നല്ല രീതിയിൽ നമ്മളെപ്പോലെ തന്നെ മലയാളം സംസാരിക്കുന്ന ആൾ വന്നു. കൃത്യമായി എനിക്ക് മറുപടി പറയാൻ പറ്റി. എനിക്ക് വിസ കിട്ടി. ഈ ചൊവ്വാഴ്ച ഞാൻ പോവുകയാണ് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തോട്ട്, എൻ്റെ കുഞ്ഞിനെ കാണാനും വേണ്ടിയിട്ട്. മാതാവ് എനിക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. എൻ്റെ എല്ലാ കുറവുകളും പരിഹരിച്ച് എന്നെ നല്ല വിശുദ്ധിയാക്കി മരണം വരെ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്. അതാണ് എൻ്റെ സാക്ഷ്യം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായം 25 മുതലുള്ള തിരുവചനങ്ങളിൽ നിന്ന്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും. ക്ലാര മാത്യു എന്ന ഈ മകള് തൻ്റെ US വിസയെക്കുറിച്ചാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അത് ഈ മകൾക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, തനിക്ക് എത്ര വർഷങ്ങളായി താൻ ഇതിനെ ആഗ്രഹിക്കുന്നു, എന്നാൽ ഒന്നും സാധിച്ചിരുന്നില്ല. പക്ഷേ എങ്ങനെയാണ് സാധിച്ചത്? തനിക്ക് മാറ്റങ്ങൾ വന്നു. ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങളെ ശുദ്ധീകരിക്കും. അതാണ് ഉടമ്പടി വഴി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്ന് ഈ സാക്ഷ്യത്തിൽ ഈ മകൾക്കാണെങ്കിൽ ഓരോ മക്കളുടെയും ജീവിതത്തിൽ, കുടുംബത്തിൽ, ഇന്ന് ഇവിടെ കേട്ട പല സാക്ഷ്യങ്ങളിലും, എല്ലാ സാക്ഷ്യങ്ങളിലും തന്നെ അവർക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്. ഈ വ്യക്തി ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റ് തന്നെയാണ്. അതായത് പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞ വ്യക്തിയാണ്. തൻ്റെ ജീവിതത്തിൽ എന്ത് വന്നിട്ടും അതിന് ആമേൻ എന്ന് പറഞ്ഞ്, ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് തന്നെ വിധേയപ്പെടുത്തിയ പിതാവിൻ്റെ മകളാണ്. അപ്പോൾ അമ്മയുടെ മധ്യസ്ഥതയിലെടുക്കുന്ന ഉടമ്പടിയെ അമ്മ ആഗ്രഹിക്കുന്നുണ്ട് വ്യക്തികൾ വിശുദ്ധീകരിക്കപ്പെടണം. അങ്ങനെ തനിക്ക് എങ്ങനെയൊക്കെയാണ് മാറ്റങ്ങൾ വന്നത്? വിശുദ്ധ കുർബാന എത്ര തൊട്ടടുത്തുണ്ടായിട്ടും താൻ പോകില്ലായിരുന്നു. വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം ഇന്ന് എന്താണെന്ന് ആരും ഈ മകളോട് പറയേണ്ട. ഇന്ന് വിശുദ്ധ കുർബാന ഇല്ലാതെ തനിക്കൊരു ദിവസം മുമ്പോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. കുംഭസാരം, ഇതുപോലെ കൂദാശ ജീവിതം, അത് നാം ക്രിസ്ത്യാനികളാണ്. എത്രമാത്രം തീഷ്ണത നമുക്കുള്ളവരായിരുന്നു, ഇന്ന് നാം എങ്ങനെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം? അതൊക്കെ വ്യക്തികൾ പറയുമ്പോൾ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർക്ക് വരുന്ന മാറ്റങ്ങൾ അവർ തന്നെ അനുഭവിക്കുകയാണ്. അങ്ങനെ തൻ്റെ വിസ എങ്ങനെയാണ്, തനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായത് എങ്ങനെ, എല്ലാം തനിക്ക് എങ്ങനെയാണ് ഒന്നുകൂടി എളുപ്പമായത്, ഇൻ്റർവ്യൂവിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഇന്ന് മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തനിക്കിനി മറുപടിയുണ്ട്. എൻ്റെ അമ്മ എന്നെ സഹായിക്കും, ഞാൻ ഈ മണ്ണിൽ ചവിട്ടിയതാണെങ്കിൽ അമ്മ എൻ്റെ കൂടെ വരും, എനിക്ക് ഇനി പോകാൻ പറ്റും. ഇതൊക്കെ ഈ മകളുടെ ഉറച്ച ബോധ്യത്തിൽ നിന്നുള്ള മറുപടികളായിട്ട് ഇന്ന് അതെല്ലാം അമ്മ ഈ മകൾക്ക് സഫലമാക്കി കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് നാം കേട്ടത്. തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, അതുപോലെ ആത്മീയ ജീവിതത്തിലെ മാറ്റങ്ങൾ, ഇതെല്ലാമാണ് ഈ മകളെ അതിന് യോഗ്യയാക്കിയത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ നടന്ന് അതേ വഴികൾ തന്നെ നടക്കാൻ നമുക്ക് എളുപ്പമാണ്.
ഒരു പുതിയ വഴിയെ പോകുമ്പോഴാണ്, ആ പുതിയ വഴിയാണ് ഉടമ്പടിയിലൂടെ നമുക്ക് വരുന്ന മാറ്റം. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച നന്മകൾക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.